ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ ടീച്ചർ. പ്രീ പ്രൈമറിയുടെ 18ാമത്തെ ക്ലാസ്സിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും സ്വാഗതം. കുഞ്ഞുമക്കളെ, എല്ലാവരും ഉഷാറാണല്ലേ? അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം അല്ലെ? നമ്മൾ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഏതൊക്കെ ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു? ലെറ്റർ എ, ലെറ്റർ ബി, ലെറ്റർ സി, ലെറ്റർ ഡി, ഇങ്ങനെ 4 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ? ഏതൊക്കെയാ? എ, ബി, സി, ഡി. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ലെറ്റർ ഡി കഴിഞ്ഞ് വരുന്ന ലെറ്റർ ആണ്. അതേത് ലെറ്ററാ? ഒന്ന് പറഞ്ഞു നോക്കിയേ. എ, ബി, സി, ഡി, ഇ. ഏത് ലെറ്ററാ? നമ്മൾ ഇന്ന് പഠിക്കാൻ പോണ ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ ഇ. എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ലെറ്ററിന്റെ പേരെന്താണ്? ലെറ്റർ ഇ. അപ്പോ നമ്മൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയും എഴുതാൻ പഠിക്കണം അല്ലെ? അതിനു മുന്നേ ടീച്ചറെ ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയും പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതാ ഇങ്ങോട്ട് നോക്കിയേ. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ഇ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? ക്യാപിറ്റൽ ലെറ്റർ ഇ. ഇനി നമ്മൾക്ക് സ്മോൾ ലെറ്റർ ഇ കാണണം അല്ലെ? ഇതാണ് സ്മോൾ ലെറ്റർ ഇ. ഈ ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ ഇ. അപ്പോ എന്റെ കുഞ്ഞുമക്കൾ കണ്ടല്ലോ, ലെറ്റർ ഇ കണ്ടല്ലോ. ക്യാപിറ്റൽ ലെറ്റർ ഇയും കണ്ടു, സ്മോൾ ലെറ്റർ ഇയും കണ്ടു അല്ലെ? അപ്പോ ഇതേത് ലെറ്ററാ? എന്റെ കുഞ്ഞുമക്കൾ പറഞ്ഞേ. ലെറ്റർ ഇ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഇ, ഇത് സ്മോൾ ലെറ്റർ ഇ. അപ്പോ നമ്മള് ഇ എന്ന ലെറ്റർ പരിചയപ്പെട്ടു അല്ലെ? ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? ലെറ്റർ ഇ എഴുതാൻ പഠിക്കണം അല്ലെ? അതെങ്ങനെയാണെന്ന് ടീച്ചറ് എഴുതി കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിച്ച് നോക്കണേ. ആദ്യം നമ്മള് ക്യാപിറ്റൽ ലെറ്റർ ഇ ആണ് എഴുതാൻ പഠിക്കാൻ പോണത്. ക്യാപിറ്റൽ ലെറ്റർ ഇ. അപ്പോ നമ്മൾ ആദ്യം ക്യാപിറ്റൽ ലെറ്റർ ഇ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോ ക്യാപിറ്റൽ ലെറ്റർ ഇ എഴുതാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ലൈൻസ് ആണ് വേണ്ടത്? ടീച്ചർ ആദ്യം പറഞ്ഞു തരാം. ഇതാ, നമ്മൾക്ക് ആദ്യം ഒരു സ്റ്റാൻഡിങ് ലൈൻ വേണം. പിന്നെ 3 സ്ലീപ്പിംഗ് ലൈൻസും വേണം. ഇതാ നോക്കിക്കോ, നമ്മൾക്ക് വേണ്ടത് ആദ്യം ഒരു സ്റ്റാൻഡിംഗ് ലൈൻ വേണം. പിന്നെ 3 സ്ലീപ്പിംഗ് ലൈൻസും വേണം. ഇത് ഇത്രയും ലൈൻസ് ആണ് നമ്മൾക്ക് ഇ എന്ന ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഇവ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കണം അല്ലെ? അതെങ്ങനെയാണെന്ന് ടീച്ചറ് എഴുതി കാണിച്ചു തരാം കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾക്ക് സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കണം. ടീച്ചറെ സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുകയാണേ. സ്റ്റാൻഡിംഗ് ലൈൻ വരച്ച് ഇനി ആദ്യത്തെ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം. എവിടെയാ വരയ്ക്ക? സ്റ്റാൻഡിംഗ് ലൈനിന്റെ മുകളിൽ ഇവിടുന്ന് ആരംഭിച്ച് എന്ത് വേണം? ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം. ഇനി രണ്ടാമത്തെ സ്ലീപ്പിംഗ് ലൈൻ ആണ് വരയ്ക്കേണ്ടത്. എവിടെയാ വരയ്ക്ക? ഈ സ്റ്റാൻഡിംഗ് ലൈനിന്റെ നടുവിൽ ഇവിടെ ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കാം. ഇനി നമ്മൾക്ക് എന്ത് വേണം? മൂന്നാമത്തെ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കണം അല്ലെ? അതെവിടെയാ വരയ്ക്ക? സ്റ്റാൻഡിംഗ് ലൈനിന്റെ താഴെ ഇവിടെ മുട്ടിച്ചിട്ട് ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കാം. അപ്പോ ഇതേത് ലെറ്റർ ആയി? ക്യാപിറ്റൽ ലെറ്റർ ഇ. ഏത് ലെറ്ററാ? ക്യാപിറ്റൽ ലെറ്റർ ഇ. എല്ലാരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഈ ലെറ്ററിന്റെ പേരെന്താ? ക്യാപിറ്റൽ ലെറ്റർ ഇ. അപ്പൊ നമ്മള്
ക്യാപിറ്റൽ ലെറ്റർ ഇ എഴുതാൻ പഠിച്ചല്ലേ? എങ്ങനെയാ? ആദ്യം സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കാം. സ്റ്റാൻഡിംഗ് ലൈനിന്റെ മുകളിൽ നിന്നും ഒരു സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കാം. സ്റ്റാൻഡിംഗ് ലൈനിന്റെ നടുവിൽ നിന്നും ഒരു സ്ലീപ്പിംഗ് ലൈനും കൂടി വരയ്ക്കാം. സ്റ്റാൻഡിംഗ് ലൈനിന്റെ താഴെ നിന്നും ഒരു സ്ലീപ്പിംഗ് ലൈനും കൂടി വരയ്ക്കാം. അപ്പൊ എന്തായി? ക്യാപിറ്റൽ ലെറ്റർ ഇ. ഇനി എന്റെ കുഞ്ഞുമക്കളെ ക്യാപിറ്റൽ ലെറ്റർ ഇ എങ്ങനെയാ എഴുതി പഠിക്കുക? പറഞ്ഞോണ്ട് എഴുതി പഠിക്കും അല്ലെ? എങ്ങനെയാ? ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റർ ഇ, ക്യാപിറ്റൽ ലെറ്റർ ഇ, ക്യാപിറ്റൽ ലെറ്റർ ഇ. അപ്പോ ക്യാപിറ്റൽ ലെറ്റർ ഇ എഴുതാൻ പഠിച്ചല്ലേ? അപ്പൊ എന്റെ കുഞ്ഞുമക്കളെ നന്നായി എഴുതി പഠിക്കുമല്ലോ. ഇനി നമ്മൾക്ക് എന്താണ് വേണ്ടത്? സ്മോൾ ലെറ്റർ ഇ എഴുതി പഠിക്കണം അല്ലെ? അപ്പോ ടീച്ചർ സ്മോൾ ലെറ്റർ ഇ എങ്ങനെയാ എഴുതേണ്ടെന്ന് കാണിച്ചു തരാം. ഇതാ സ്മോൾ ലെറ്റർ ഇ. സ്മോൾ ലെറ്റർ ഇ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് വേണ്ടത് ഒരു സ്ലീപ്പിംഗ് ലൈനും ഒരു റൈറ്റ് ഓപ്പൺ കർവുമാണ്. എങ്ങനെയാണ് നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക? ഇങ്ങനെയാണ് അല്ലെ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുക. ഇനി നമ്മൾക്ക് എന്താ വേണ്ടത്? റൈറ്റ് ഓപ്പൺ കർവ്, അതായത് വലതുഭാഗം തുറന്നിരിക്കുന്ന വളഞ്ഞ വര അല്ലെ? എങ്ങനെയാ നമ്മൾ വരയ്ക്കാൻ പഠിച്ചേ? ഇങ്ങനെയാണല്ലേ? അപ്പോ ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? സ്മോൾ ലെറ്റർ ഇ. അപ്പോ ഇത് രണ്ടും കൂട്ടി യോജിപ്പിച്ചിട്ട് ടീച്ചർ വരയ്ക്കാം. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ആദ്യം നമ്മള് സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കും. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കണേ. സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കും. എന്നിട്ട് ഈ സ്ലീപ്പിംഗ് ലൈനിന്റെ തറ്റത്തു നിന്നും, അതായത് വലതുഭാഗത്തു നിന്നും ഇങ്ങനെ വന്ന് റൈറ്റ് ഓപ്പൺ കർവ് ഇങ്ങനെ വരച്ചെടുക്കും. അപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ ഇ. അപ്പൊ സ്മോൾ ലെറ്റർ ഇ എഴുതാൻ മനസ്സിലായോ? എങ്ങനെയാ? ആദ്യം സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കും. എന്നിട്ട് സ്ലീപ്പിംഗ് ലൈനിന്റെ വലതുഭാഗം തറ്റത്തു നിന്നും ഇങ്ങനെ നമ്മള് റൈറ്റ് ഓപ്പൺ കർവ് വരച്ചു കൊടുക്കും. അപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ ഇ. അപ്പോ സ്മോൾ ലെറ്റർ ഇ എങ്ങനെയാ എഴുതേണ്ടതെന്ന് എന്റെ കുഞ്ഞുമക്കൾക്ക് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? എങ്ങനെയാ? ഇതാ ആദ്യം സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കാം. സ്ലീപ്പിംഗ് ലൈനിന്റെ തറ്റത്തു നിന്നും റൈറ്റ് ഓപ്പൺ കർവ് കൈയെടുക്കാതെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം, ഇവിടുന്ന് കൈയെടുക്കാതെ തന്നെ ഈ കർവ് വരച്ചു കൊടുക്കണം കേട്ടോ. എങ്ങനെയാ? ഇങ്ങനെ സ്ലീപ്പിംഗ് ലൈൻ വരച്ച് ഇവിടുന്ന് കൈയെടുക്കാതെ റൈറ്റ് ഓപ്പൺ കർവ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പൊ എന്തായി? സ്മോൾ ലെറ്റർ ഇ. ഇനി എങ്ങനെയാ എന്റെ കുഞ്ഞുമക്കള് എഴുതി പഠിക്കാം? ഇതിന്റെ പേര് പറയൂ അല്ലേ? ഈ ലെറ്ററിന്റെ പേരെന്താണ്? സ്മോൾ ലെറ്റർ ഇ. അപ്പൊ എങ്ങനെയാ എഴുതി പഠിക്കാം? സ്മോൾ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ. അപ്പോ എന്റെ കുഞ്ഞുമക്കളെ ഇത് നന്നായിട്ട് എഴുതി പഠിക്കുമല്ലോ. ഇതേത് ലെറ്ററാ? ക്യാപിറ്റൽ ലെറ്റർ ഇ. ഇതേത് ലെറ്ററാ? സ്മോൾ ലെറ്റർ ഇ. അപ്പൊ എന്റെ കുഞ്ഞുമക്കളെ എങ്ങനെയാ എഴുതി പഠിക്കാം? ക്യാപിറ്റൽ ലെറ്റർ ഇ എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് പറഞ്ഞോണ്ട് എഴുതുക. അതുപോലെ തന്നെ സ്മോൾ ലെറ്റർ ഇ എന്ന് എഴുതുമ്പോ സ്മോൾ ലെറ്റർ ഇ എന്ന് പറഞ്ഞോണ്ട് എഴുതാട്ടോ. അപ്പോ എല്ലാവരും ഇന്ന് പഠിച്ച ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയും നന്നായി എഴുതി പഠിക്കാട്ടോ. കുഞ്ഞുമക്കളെ, ടീച്ചറെ ബോർഡില് കുറച്ച് ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ടല്ലേ? നമ്മള് ഇതുവരെ പഠിച്ച ലെറ്റേഴ്സ് ടീച്ചർ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ എന്റെ കുഞ്ഞുമക്കളെ എന്ത് വേണം? നമ്മൾ ഇന്ന് ഏത് ലെറ്ററാ പഠിച്ചത്? ലെറ്റർ ഇ. ക്യാപിറ്റൽ ലെറ്റർ ഇയും പഠിച്ചു, സ്മോൾ ലെറ്റർ ഇയും പഠിച്ചു അല്ലെ? അപ്പോ ഇതിൽ നിന്നും എന്റെ കുഞ്ഞുമക്കളെ ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയും കണ്ടുപിടിക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് നോക്കിയേ. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയും ഉണ്ടോ? ഉണ്ടോ? ദാ
ആ ഉണ്ടല്ലേ. ഏതാ? ആ ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയും. ഇത് ക്യാപിറ്റൽ ലെറ്റർ ഇ, ഇത് സ്മോൾ ലെറ്റർ ഇ. ഇനി നമ്മൾ പഠിച്ച ലെറ്റേഴ്സ് ഉണ്ടല്ലോ, ഏതൊക്കെയാണ്? ഇതേത് ലെറ്ററാ? ആ ലെറ്റർ എ, ക്യാപിറ്റൽ ലെറ്റർ എ, സ്മോൾ ലെറ്റർ എ. ഇനി അടുത്ത ലെറ്റർ ഏതാ? ആ ഇതാണല്ലേ. ഇത് ക്യാപിറ്റൽ ലെറ്റർ ബി, ഇത് സ്മോൾ ലെറ്റർ ബി. ഇനി നെക്സ്റ്റ് ലെറ്റർ ഏതാ? സി ആണല്ലേ. അപ്പോ സി എന്ന ലെറ്റർ ഇതിലുണ്ടോ? ഉണ്ടല്ലേ. ഏതാ? ഇതാണ്. ആ ഇത് ക്യാപിറ്റൽ ലെറ്റർ സി, ഇത് സ്മോൾ ലെറ്റർ സി. ഇനി ഇതേത് ലെറ്ററാ? ആ ലെറ്റർ ഡി. അപ്പോ ഇത് ക്യാപിറ്റൽ ലെറ്റർ ഡി, ഇത് സ്മോൾ ലെറ്റർ ഡി. അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ച ലെറ്റേഴ്സ് ഒക്കെ ഇവിടെ ഉണ്ടല്ലേ. ഏതൊക്കെയാ? ലെറ്റർ എ, ലെറ്റർ ബി, ലെറ്റർ സി, ലെറ്റർ ഡി, ലെറ്റർ ഇ. അപ്പോ എ ബി സി ഡി ഇ, ഇങ്ങനെ 5 ലെറ്റേഴ്സ് നമ്മൾ പഠിച്ചല്ലേ. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എത്രയുണ്ട്? 26 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ 5 ലെറ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞല്ലേ. ഏതൊക്കെയാ? എ ബി സി ഡി ഇ. അപ്പോ എന്റെ കുഞ്ഞുമക്കൾ എന്ത് വേണം? നമ്മൾ ഇന്ന് പഠിച്ച ലെറ്റർ ഏതാണ്? ലെറ്റർ ഇ, ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചതല്ലേ. അപ്പൊ എന്റെ കുഞ്ഞുമക്കളെ ലെറ്റർ ഇ നന്നായി എഴുതി പഠിക്കാം. അതുപോലെ തന്നെ നമ്മള് ഇതിനു മുന്നേ പഠിച്ച ലെറ്റേഴ്സ് ഒക്കെ എന്റെ കുഞ്ഞുങ്ങള് നന്നായി എഴുതി പഠിക്കാം കേട്ടോ. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്ന് കുട്ടികളെ എഴുതുവാൻ പഠിപ്പിച്ചത് ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയുമാണ്. നമ്മളെ കുഞ്ഞു മക്കൾക്ക് ക്യാപിറ്റൽ ലെറ്റർ ഇയും സ്മോൾ ലെറ്റർ ഇയും എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 1, 2, 3 പേജ് നിറയെ ഇങ്ങനെ കുത്തുകൾ ഇട്ടിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിനു മുകളിലൂടെ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ എഴുതിപ്പിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ എഴുതിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഡയറക്ഷനും പ്രത്യേകം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്റർ ഇ, സ്മോൾ ലെറ്റർ ഇ. അപ്പോ കുഞ്ഞുമക്കളെ, നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ക്ലാസ്സിൽ അടുത്ത ലെറ്റർ പരിചയപ്പെടാം. അതുവരേക്കും ടാറ്റ.